അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വളരെ മനോഹരമായ വാക്കുകൾ, ഇർത്തഹലത്തി ദുനിയ മുദ്ബിറ, ദുനിയാവ് നിങ്ങളോട് യാത്ര പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിട പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഈ സമ്പാദ്യങ്ങളും നമ്മൾ കെട്ടിപ്പൊക്കുന്ന മണിമന്ദിരങ്ങളും നമ്മളുണ്ടാക്കിയെടുക്കുന്ന സ്ഥാനമാനങ്ങളും ജനങ്ങൾക്കിടയിലെ പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെടാനുള്ളതാണ്, എല്ലാം വിട പറയുവാനുള്ളതാണ്. വർത്തഹലത്തിൽ ആഖിറത്തു മുഖ്ബില, പരലോകമിതാ നിങ്ങളിലേക്ക് യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മരണം നിങ്ങൾക്കടുത്തെത്താനായിരിക്കുന്നു. മലക്കുകൾ നിങ്ങളെ കാണാനായിരിക്കുന്നു. ഖബറിൽ നിങ്ങൾ വെക്കപ്പെടാനായിട്ടുണ്ട്. മഹ്ശറിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടാനായിട്ടുണ്ട്. നിങ്ങളുടെ വിചാരണ തുടങ്ങാനായിരിക്കുന്നു. ദുനിയാവിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, സുഖസൗകര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയെത്ര ആളുകൾ അവരുടെ സോഫകളിൽ ചാരിയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബെഡുകളിൽ കിടന്നുറങ്ങുന്ന സമയത്ത്, വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് മരണം അവരെ പിടികൂടി നമുക്കറിയാം. എത്രയോ കാലം ഇനിയും ജീവിക്കുമെന്നാണ് അവരെല്ലാവരും ധരിച്ചിരുന്നത്. ആരോഗ്യമുള്ളവർ, യുവാക്കൾ, കുട്ടികൾ, എത്ര പേർ ഓരോ ദിവസവും നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. നമ്മുടെ ഓരോ കാലുവെപ്പുകളും ആ മരണത്തിലേക്കാണ്. നമ്മുടെ ഓരോ കാലുവെപ്പുകളും അള്ളാഹുവിലേക്കാണ്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ ഉപദേശത്തിൻ്റെ അവസാനം പറയുകയാണ്, ഫഇന്നൽ യൗമ അമൽ വലാ ഹിസാബ്, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ ഇന്ന് പ്രവർത്തിക്കുവാനുള്ള ദിവസങ്ങളാണ്. ഇവിടെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നില്ല. വഅദൻ ഹിസാബുൻ വലാ അമൽ, എന്നാൽ നാളെ നിങ്ങളെ കാത്തിരിക്കുന്ന പരലോകമാകട്ടെ, അവിടെ വിചാരണ മാത്രമാണുള്ളത്, അവിടെ പ്രവർത്തനങ്ങളില്ല. വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ. ശേഷം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം നമ്മോട് പറയുകയാണ്, ദുനിയാവിനും ആഖിറത്തിനും അതിൻ്റേതായ സന്താനങ്ങളുണ്ട്. ഫലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയ, നിങ്ങളൊരിക്കലും ദുനിയാവിൻ്റെ സന്താനങ്ങളായി മാറരുത്. ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നവരായി മാറരുത്. ദുനിയാവിലെ പണത്തിന് വേണ്ടി, ജോലികൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നവരായി നിങ്ങൾ മാറരുത്. കൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിൻ്റെ സന്താനങ്ങളായി മാറുക. പരലോകത്തേക്ക് വേണ്ടി മത്സരിക്കുന്നവരായി മാറുക. പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുന്നവരായി മാറുക. നരകമോചനത്തിന് വേണ്ടി തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായി മാറുക. സ്വർഗപ്രവേശനത്തിന് വേണ്ടി സൽക്കർമ്മങ്ങളിൽ നിരതരാകുന്നവരായി മാറുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇദാ അസ്ബഹത ഫലാ തൻതളിൽ മസാ, നേരം വെളുത്താൽ നിങ്ങൾ ഒരിക്കലും വൈകുന്നേരത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വൈദാ അംസൈത ഫലാ തൻതളിൽ സബാഹ്, വൈകുന്നേരമായാൽ പ്രഭാതത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് രാവിലെ നമ്മോട് കൂടെയില്ല. ഇന്ന് രാവിലെ നമ്മോട് കൂടെയുള്ള പല ആളുകളും വൈകുന്നേരമാകുമ്പോഴേക്കും അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. നാളെ ആ ലിസ്റ്റിൽ നമ്മളില്ല എന്ന് എന്ത് ഉറപ്പാണ് സഹോദരന്മാരെ, സഹോദരികൾ നമുക്കുള്ളത്? അദ്ദേഹം പറയുന്നു, വഖുദ് മിൻ സിഹ്ഹതിക ലിൽ മർദിക്, അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ്, ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുക. വമിൻ ഹയാതിക ലി മൗതിക്, മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സഹോദരന്മാരെ, സഹോദരികളെ, ദുനിയാവിനോടും പരലോകത്തോടും നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണമെന്ന്, നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണമെന്നാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു, അതേപോലെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്.
പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരന്മാരെ, കൗമാരക്കാരെ, പ്രായമുള്ളവരെ, സഹോദരിമാർ, നമ്മൾ എല്ലാവരും ഓർക്കണം, നമ്മുടെ മരണം എപ്പോൾ വന്നെത്തുമെന്ന് നമുക്കറിയുകയില്ല. ഇതാ ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആകെ നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് എത്രയോ ദിവസങ്ങൾ നമ്മൾ ജീവിച്ചു കഴിഞ്ഞു, നമ്മിൽ നിന്നും കടന്നുപോയി. ഇനി വളരെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ആ കുറച്ച് ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാനുള്ളവരായി നമ്മൾ മാറണം. നമ്മുടെ ഹൃദയങ്ങളിൽ നല്ല ഇഖ്ലാസ് ഉള്ളവരായി നമ്മൾ മാറണം. തെറ്റുകൾ പശ്ചാത്തപിച്ച് മടങ്ങേണ്ട തെറ്റുകളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു വിലക്കിയ ഹറാമായ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യം വളരെ അപകടങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായി നമ്മൾ ആലോചിക്കുമ്പോൾ പലിശ അടക്കമുള്ള വലിയ വലിയ പാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പലിശ വാങ്ങുന്നവനും എഴുതുന്നവനും കൊടുക്കുന്നവനുമൊക്കെ കുറ്റക്കാരാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ എത്രയോ വൃത്തികേടുകൾ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മുടെ കൈകൾ ചലിക്കുന്നതും കാലുകൾ ചലിക്കുന്നതുമൊക്കെ അത് തെറ്റിൻ്റെ മാർഗത്തിലാണെങ്കിൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധ്യത്തോടു കൂടി എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ വാജിബാത്തുകൾ, ആ നിർബന്ധമായ ഷഹാദത്ത്, നമസ്കാരങ്ങൾ, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ എല്ലാ നിർബന്ധ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, തന്നെ മരണത്തെ ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകൾ പരലോകത്തെല്ലാം മുന്നേറാൻ നമുക്ക് സാധിക്കും. നരകത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി സൽപ്പകർമ്മങ്ങൾ മുന്നേറുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.